ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം എളിയവനായി എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു കേൾക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ നാവിൽ കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. നാം അനേക പ്രാവശ്യമായി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി തരുന്നതായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശത്തിനായി തരുന്നതായ ചില ദൃഷ്ടാന്തങ്ങൾ. എന്നിട്ടിവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് പറയുന്നത്? ഇത് വീഴാൻ സാധ്യതയുള്ളതായൊരു വഴിയാണ്. ഈ ആത്മീയ വഴി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ കരുതലോടെ ജീവിക്കേണ്ട, വളരെ കരുതലോടെ യാത്ര ചെയ്യേണ്ടതായ ഒരു വഴിയാണ് ആത്മീയ വഴി. ഒരുപക്ഷെ നാം ഇന്ന് ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അടുത്ത നിമിഷം നാം ഈ കൃപയിൽ നിന്ന് വീഴാനുള്ളതായ സാധ്യതകളുണ്ട്. വീഴണമെന്ന് നിർബന്ധമില്ല. നാം വഴുവഴുപ്പിൽപ്പെട്ട് തകർന്നു പോകണം നിർബന്ധമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. വീഴാനൊരു സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ വഴി എന്ന് പറയുന്നത് ഇതൊരു വഴുവഴുപ്പുള്ളതായ പാതയാണ്. ഏത് സമയത്തും നാം ജാഗ്രതയോടും കരുതലോടും യാത്ര ചെയ്തില്ല എങ്കിൽ നാം ഇതിൽ വീഴാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമായിരുന്നു ഇസ്രായേൽ. അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ അനേക വർഷക്കാലം ഞെരിഞ്ഞമർന്നതായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശ മുഖാന്തരം ഈ ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിക്കുകയുണ്ടായി. അവരെ ചെങ്കടൽ കടത്തി 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി മോശയുടെ നേതൃത്വത്തിൽ ഈ ജനത്തെ നടത്തി. പ്രിയപ്പെട്ടവരെ, കനാൻ നാട്ടിലേക്ക് ഈ ജനത്തെ ദൈവം കൊണ്ടുപോവുകയാണ്. മരുഭൂമിയിൽ കൂടി ഏതാണ്ട് 40 വർഷം ഇസ്രായേൽ മക്കൾ നടക്കേണ്ട വന്നു. മോശയുടെ കൈക്കീഴെ അവർ താണിരുന്ന് 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി നടന്നു. എന്നാൽ മോശയുടെ കാലത്തിന് ശേഷം ദൈവം തന്നെ ജനത്തെ നടത്തിയത് ദൈവത്തിൻ്റെ ദാസനായ യോശുവയിൽ കൂടിയാണ്. യോശുവയാണ് യോർദാൻ കടത്തിയതും കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കളെ എത്തിച്ചതും. ഈ യോശുവയിൽ കൂടിയാണ് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും, ദൈവം അവർക്ക് വേണ്ടി വചനം കൊടുത്തതും, ദൈവം അവരെ നടത്തിയതുമെല്ലാം നമുക്കറിയാവുന്നതായൊരു വസ്തുതയാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ യോശുവ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് എത്തിച്ചു. അവിടെ അനേക ജാതീയ ആരാധനകൾ നടമാടിയിരുന്നു. എന്നാൽ അവരോടെല്ലാം പോരാടി ഈ കനാൻ ദേശം സ്വന്തമാക്കുവാൻ യോശുവ ഈ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് എത്തിച്ചു. യോശുവയുടെ അവസാന കാലത്ത് യോശുവ പറയുന്നൊരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 13-14 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോശുവയുടെ മരണത്തിൻ്റെ ആ സമയം അടുത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ എല്ലാം കൂട്ടിവരുത്തി, ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രങ്ങളിലെയും മൂപ്പന്മാരെ എല്ലാം കൂട്ടിവരുത്തി അവരോട് യോശുവ പറയുകയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 13-14 വാക്യം. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു. യോശുവ പറയുകയാണ്, എന്താണ് ഒന്നുകൂടെ വായിക്കാമോ? വായിക്കാം. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. പിന്നെ നിങ്ങൾ അവയിൽ പാർക്കുന്നു,
നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. ഈ ജീവനുള്ള ദൈവത്തെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി കനാൻ ദേശത്ത് വെച്ച് യോശുവ അവരോട് പറയുകയാണ്. ഒരു അന്ത്യദൂത് പോലെയാണ് യോശുവ അത് പറയുന്നത്. അതിനുശേഷം യോശുവ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവരോട് വളരെ കൃത്യമായി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം യോശുവ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നട്ടിട്ടില്ലാത്തതായ മുന്തിരിയുടെ അനുഭവങ്ങളും നിങ്ങൾ നട്ടിട്ടില്ലാത്തതായ പട്ടണങ്ങളിലെല്ലാം നിങ്ങൾ വസിക്കാൻ പോവുകയാണ്. നിങ്ങൾ അധ്വാനിക്കാത്തതായ നഗരത്തിൽ നിങ്ങൾ വസിക്കാൻ പോവുകയാണ്. നിങ്ങൾ അധ്വാനിക്കാത്തതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ നടത്തിയതായ ദൈവത്തെ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുതെന്നാണ് യോശുവ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജനത്തിൻ്റെ സ്ഥിതി എന്താണ്? യോശുവ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ കാലശേഷം ന്യായാധിപന്മാരാണ് ഈ ദൈവജനത്തെ നടത്തിയത്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8 മുതലുള്ളതായ ചില വാക്യം വായിക്കാം. അവിടെ അവസ്ഥ എന്തായിത്തീർന്നു? യോശുവ വളരെ കൃത്യമായിട്ട് പറഞ്ഞതായിരുന്നു, നിങ്ങൾ പണിയാത്തതായ പട്ടണങ്ങളും നിങ്ങൾ അധ്വാനിക്കാത്തതായ മുന്തിരിയുടെ അനുഭവങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ മറന്ന് വിഗ്രഹാരാധനയിലേക്ക് പോകരുത്. വളരെ കൃത്യമായ ഒരു വചനം യോശുവയിൽ കൂടി അവർക്ക് കിട്ടിയതാണ്. പക്ഷേ ഈ യോശുവയുടെ മരണശേഷം കാലശേഷം എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 8 മുതലുള്ളതായ വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. പ്രിയപ്പെട്ടവരെ, നല്ല വാർദ്ധക്യത്തിൽ 110 വയസ്സുള്ളവനായി ഈ യോശുവ ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ വേല തികച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിമ്നാത്ത് ഫേരസിൽ ഗായശ് മലയുടെ വടക്ക് ഭാഗത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ യോശുവയുടെ മരണശേഷം ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വഴികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തെ അറിയാത്തവരായിരുന്നു. ദൈവം വരെ അവരുടെ പിതാക്കന്മാരെ നടത്തിയതായ വഴികൾ തിരിച്ചറിയാത്തവരായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരായിരുന്നു. അവരെന്ത് ചെയ്തു? അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. യഹോവയെ കോപിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ വിഗ്രഹാരാധനയിലേക്ക് ഇറങ്ങിത്തിരിച്ചതായ ഒരു വലിയ കൂട്ടം ജനം അവിടെ ഉണ്ടായി. അതിനെന്താണ് കാരണം? അതിൻ്റെ 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ, അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാമത്തെ വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഒരു കാലത്ത് മോശയുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായി വളരെ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജനത്തെ നടത്തിയതായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ദൈവത്തിൻ്റെ ദാസനായ യോശുവ വന്നു. യോശുവയുടെ കീഴിലും അവർ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ആ യോശുവയെ അനുസരിച്ച് മുൻപോട്ട് പോയതായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ നടത്താനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള നേതൃത്വമില്ലാത്തത് കൊണ്ട് ജനം ഇതാ വഴിവിട്ട് നടക്കുകയാണ്, മര്യാദ വിട്ട് നടക്കുകയാണ്. അവർക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. എന്ത് സംസാരിക്കാനും എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനും ആരെയും ഭയമില്ലാത്തതായൊരു കാലം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ജീവനുള്ള ദൈവം ഇതാ ന്യായാധിപന്മാരെ അവിടെ എഴുന്നേൽപ്പിക്കുന്നത്. ഏതാണ്ട് 17 ന്യായാധിപന്മാർ ഈ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ ഏതാണ്ട് 365 വർഷം ഈ ഇസ്രായേൽ മക്കളെ നടത്തിയെന്ന് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണാം. ഏതാണ്ട് 17 ന്യായാധിപന്മാർ. അതിൽ പ്രധാനികളായിരുന്നു ഒത്നിയേല്, ദെബോര, ഗിദയോൻ, ഇബ്താഹ്, ശിംശോൻ എന്നിവർ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേക ന്യായാധിപന്മാർ ഈ ദൈവജനത്തെ നടത്താനായിട്ട് കാലാകാലങ്ങളിൽ ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയം, ദൈവജനത്തെ ശരിയായിട്ട് നടത്താനുള്ള ആത്മാവിൻ്റെ അധികാരമില്ലാതെ വരുമ്പോൾ ജനം വഴിവിട്ടു പോവുകയാണ്.
ജനം വിഗ്രഹാരാധനയിലേക്ക് പോവുകയാണ്, ജനം ചിതറിപ്പോവുകയാണ്, ജനത്തിന് ദൈവഭയം ഇല്ലാതെ വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ ഒരു ദൈവഭയമില്ലാതെ ജീവിക്കുന്നതായ ഒരു കാലഘട്ടം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വന്നുചേരുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അനേക ന്യായാധിപന്മാർ അനേക കാലങ്ങളിൽ ഈ ശത്രു സൈന്യത്തിൽ നിന്ന്, മിദ്യാന്യരിൽ നിന്നും ഫെലിസ്ത്യരിൽ നിന്നും എല്ലാം ദൈവജനത്തെ രക്ഷിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതായ വളരെ തേജസ്സുള്ളതായ ഒരു ദൈവദാസനായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ശിംശോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ ശിംശോനെക്കുറിച്ച് നാം ആദ്യമായിട്ട് വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ശിംശോനെ ദൈവം അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വേണ്ടി ഒരു നാസീർ വ്രതസ്ഥനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു അഭിഷിക്തനായിരുന്നു, ഒരു തേജസ്സുള്ള ദൈവദാസനായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ കാണുന്നത്? ഗർഭം മുതലേ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവിക കാര്യപരിപാടി പ്രകാരം, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവജനത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് ശിംശോൻ ഇതൊരു നാസീർ വ്രതസ്ഥനായിരുന്നു. എന്താണ് നാസീർ വ്രതത്തിൻ്റെ പ്രത്യേകത എന്താണ്? സംഖ്യാപുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. ഒരു നാസീർ വ്രതസ്ഥനായ ആ ഒരു വ്രതം എടുത്തിരിക്കുന്ന ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവദാസി എന്താണ് അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ നിബന്ധന എന്താണ്, ദൈവിക വ്യവസ്ഥ എന്താണ് എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാസീർ വ്രതസ്ഥനായ ഒരു ദൈവത്തിൻ്റെ ദാസനോ ദാസിയോ അവൻ്റെ ജീവകാലമൊക്കെയും അവനൊരു വിശുദ്ധനായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. 8-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. നാസീർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. നാസീർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ കാര്യപരിപാടി, ദൈവത്തിൻ്റെ ആ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ആ പ്രവർത്തനം, ശിംശോനെ ദൈവം അമ്മയുടെ ഗർഭം മുതൽ ഒരു വിശുദ്ധനായിട്ട് വേർതിരിച്ച് ദൈവം ശിംശോനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ശിംശോനെ മാത്രമാണോ? ഇത് നമ്മുടെയും അവസ്ഥയല്ലേ? എഫേസ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസിലുള്ള ദൈവമക്കളോട് പറയുന്നുണ്ട്. എന്താണ് എഫേസ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് ജീവനുള്ള ക്രിസ്തു നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കും. നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മെയും ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനാകാനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്നെങ്കിലും അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ടോ? ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം എന്നെ ആത്മീയ വഴിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നൊരു വിശുദ്ധനാകാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ വിളിച്ചതും ഈ ദൈവത്തിന് വചനം കേൾപ്പിച്ചതും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തിയതും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം ഒരു വിശുദ്ധനാകാൻ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? ശിംശോൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അമ്മയുടെ ഗർഭം മുതൽ ഒരു നാസീർ വ്രതസ്ഥനായി ഒരു വിശുദ്ധനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ശിംശോനെ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ശിംശോനെ തിരഞ്ഞെടുത്തതായ അതേ ദൈവം തന്നെയാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നിങ്ങൾക്കങ്ങനെ ഒരു ബോധ്യമുണ്ടോ? യേശുക്രിസ്തുവിന് ഒരു വിശുദ്ധനാകാനാണ് ഈ തലമുറയിൽ ജീവനുള്ള ദൈവം തൻ്റെ പരിശുദ്ധമായ രക്തം കൊടുത്ത് എന്നെ വിലക്കി മേടിച്ചിരിക്കുന്നത്. ഒരു നിസ്സാരമായ പദവിയല്ല ദൈവം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി തലമുറയിൽ നിൽക്കാൻ നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് ശോധന ചെയ്ത് നോക്കണം. എന്നെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നന്മകൾ തന്ന് ഈ ഭൂമിയിൽ എൻ്റെ ആയുസ് തികയ്ക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായിട്ട് ഈ തലമുറയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി വാഞ്ചിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി കൊതിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി ഞാൻ ഈ തലമുറയിൽ നിൽക്കും, എൻ്റെ ഭവനത്തിൽ ഞാൻ നിൽക്കും,
എൻ്റെ ദേശത്ത് ഞാൻ നിൽക്കും, എൻ്റെ ഇടവകയിൽ ഞാൻ നിൽക്കും, എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ നിൽക്കും, എന്നെ ആക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധനായി ഞാൻ നിൽക്കുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദൈവത്തിന് വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ തീരുമാനം നിങ്ങൾക്ക് ദൈവത്തോട് അറിയിക്കാൻ പ്രിയപ്പെട്ടവരെ. നാം ഒരു ദിവസം കൊണ്ടല്ല വിശുദ്ധരായി തീരുന്നത്. ഇത് നമ്മുടെ മരണത്തോളമുള്ളതായ ഒരു പ്രക്രിയയാണിത്. നമ്മളൊരു നല്ല വേല ആരംഭിച്ച ദൈവം അതിനെ പൂർത്തീകരിപ്പാൻ ശക്തനാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് തൻ്റെ ലേഖനത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല വേല ആരംഭിച്ച ദൈവം, എനിക്കൊരു മാനസാന്തരം തന്ന ദൈവം, എന്നെ വിശുദ്ധീകരണത്തിൽ നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലന് ഒരു ലാക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രത്യാശയുണ്ടോ? യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധനാകാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അനേകർ കളിയാക്കും പ്രിയപ്പെട്ടവരെ. അനേകർ നമ്മെ വിലമതിച്ചൊന്നും വരികയില്ല. അനേകർ നമ്മെ വിലയില്ലാത്തവരെ കണ്ടുവന്ന് വന്നേക്കാം. സാരമില്ല പ്രിയപ്പെട്ടവർ. എന്നാൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം, എന്നെ അവൻ്റെ പരിശുദ്ധമായ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച ദൈവം, അവൻ എന്നെ വിലയേറിയവനും മാന്യനുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ വിലയുള്ളവനാണ്. ഈ ഭൂമിയിൽ ഞാൻ വിലയില്ലാത്തവനായിരിക്കാം. എനിക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, സൗന്ദര്യം കുറവായിരിക്കാം, ഒരുപക്ഷെ ജോലിയില്ലായിരിക്കാം, ഒരുപക്ഷെ പണമില്ലായിരിക്കാം, ഒരുപക്ഷെ സ്ഥാനമാനങ്ങളില്ലായിരിക്കാം, എനിക്ക് അംഗവൈകല്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ജീവനുള്ള ക്രിസ്തു, എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ക്രിസ്തു, എന്നെ അവൻ്റെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചത് എന്നെ അവൻ വിലയുള്ളവനായി കണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും ഇതുപോലെ വിലയില്ലാത്തവനായിരുന്നു. ഒരു കാലത്ത് പുറംപറമ്പിൽ കടന്നവനായിരുന്നു. ഇതാ കഴുതയെ ഇതാ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി വഴിയരികിൽ കട്ടപ്പെട്ടതായ ഒരു കഴുതയെ പോലെ ജീവിച്ചവനായിരുന്നു. എന്നാൽ എൻ്റെ 22-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊടുത്ത് അവൻ എന്നെ വിലയ്ക്ക് മേടിച്ചു. ഞാൻ നിത്യജീവൻ്റെ അവകാശിയാണ്. ഞാൻ സ്വർഗീയ പൗരനാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ പ്രത്യാശയാണ്, എന്ത് വലിയ ധൈര്യമാണ്. ഞാൻ സ്വർഗത്തിലെ പൗരനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു സ്വർഗീയ പൗരത്വം കർത്താവ് തന്നിരിക്കുന്നു. അത് ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും പണം മുടക്കി മേടിക്കുന്നതല്ല. സൗജന്യമായി യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണത്താൽ അവന് തിരുരക്തം കൊടുത്ത് അവൻ എന്നെ വിലയ്ക്ക് മേടിച്ചതുകൊണ്ട് അവൻ എന്നെ സ്വർഗീയ പൗരനാക്കി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സ്വർഗീയ പൗരത്വം കിട്ടിയോ? നിങ്ങൾ സ്വർഗത്തിലെ ഒരു പൗരനാണോ? ഈ ഭൂമിയിൽ നാം പരദേശവാസികളാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നാം എത്ര കാലമുണ്ട് ആർക്കറിയാം? ജീവനുള്ള ദൈവം മാത്രം അറിയുന്നു. നാളെ നമുക്കുള്ളതാണോ നമുക്കറിയില്ലല്ലോ. നാളെ ഈ ശ്വാസം ഈ ശരീരത്തിൽ ഉണ്ടാകുമോ? ഈ പ്രാണൻ ഈ ശരീരത്തിന് പറന്നു പോകുമോ? നമുക്ക് നാളെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലല്ലേ. എന്നാൽ ഒരു കാര്യം നാം ഉറപ്പായിരിക്കണം, ഞാൻ സ്വർഗീയ പൗരനാണ്. ഞാൻ ഈ ദേശം വിട്ട് പോകേണ്ടവനാണ്. ഇവിടെ നേടിയതെല്ലാം ശവക്കുഴി വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ എനിക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാനൊരു സ്വർഗീയ പൗരനാണ്. എന്തൊരു പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ കടമാണെങ്കിൽ എന്താണ്? ഈ ഭൂമിയിൽ ഇതാ കുടുംബത്തിൽ പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ്? ഈ ഭൂമിയിൽ ആരും മാനിച്ചില്ലെങ്കിൽ എന്താണ്? ഈ ഭൂമിയിൽ രോഗമാണെങ്കിൽ എന്താണ്? ഈ ഭൂമിയിൽ രോഗമുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, എല്ലാമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹൃദയത്തിലെ പ്രത്യാശ എന്താണ്? ഹൃദയത്തിലെ സമാധാനം എന്താണ്? ഞാൻ സ്വർഗീയ പൗരനാണ്. യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം പറന്നുയരും. മണവാട്ടിസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുമ്പോൾ ഞാനും എടുക്കപ്പെടും. ഞാനും ആ മണിപ്പന്തലിൽ, മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ എൻ്റെ പ്രിയനായ യേശുവിൻ്റെ ആ കാൽപാദം ഞാൻ ഞാൻ അവനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവർ, ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഈ പ്രത്യാശയോടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചത്? നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വിശുദ്ധനാകാൻ വേണ്ടിയിട്ടാണ്. ശിംശോനെ ദൈവം അമ്മയുടെ ഗർഭം മുതൽ ഒരു നാസീർ വ്രതസ്ഥനായിട്ട് ദൈവം ശിംശോനെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നതായ അനേക അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 24-25 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ദൈവം അനുഗ്രഹിച്ചതായ ഒരു ദൈവദാസനായിരുന്നു ശിംശോൻ. മാത്രമല്ല, അവൻ്റെ ബാല്യകാലത്തിൽ തന്നെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങിയെന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. വീണ്ടും 14 അധ്യായം 5-6 വാക്യം വായിക്കാം. അവിടെ ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. കാരണം ഈ ശിംശോൻ്റെ അപ്പനും അമ്മയും കൂടെ ഒരു മുന്തിരിത്തോട്ടത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ബാലസിംഹം ഈ ശിംശോൻ്റെ അരികിലേക്ക് ചാടി വീഴുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? 14 അധ്യായം 5-6 വാക്യം. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. ഒരു ബാലസിംഹം ഈ ശിംശോന്റെ മേൽ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അപ്പോൾ അവന്റെ മേൽ ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഈ ബാലസിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അനുഭവിച്ച ഒരു ദൈവദാസനായിരുന്നു ശിംശോൻ. ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ഒരു ദൈവദാസനായിരുന്നു ശിംശോൻ. വീണ്ടും അതിന്റെ 14 അധ്യായം 19 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ശിംശോന്റെ മേൽ വന്നു. അവൻ അസ്കലിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി. പ്രിയപ്പെട്ടവരെ, മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശിംശോന്റെ മേൽ ശക്തിയോടെ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 15 അധ്യായം 14 വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. 15 അധ്യായം 14 വാക്യം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വന്ന് അനേക ബന്ധനങ്ങൾ ശിംശോൻ അഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശിംശോൻ വലിയ ബലശാലിയായിരുന്നു, വലിയ ശക്തിമാനായിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവനായിരുന്നു, ദൈവം അനുഗ്രഹിച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ശിംശോന് പറ്റിയ കെടുതി എന്താണ്? ശിംശോന് വന്നതായ ആ അപജയം എന്താണ്? 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ 21 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 21 വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ ശക്തിയോടെ വന്നതായ ആ ശിംശോൻ എന്തു പറ്റി? ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളതായ ദൈവദാസനെ ഫെലിസ്ത്യർ അവനെ ചങ്ങലയിട്ട് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്ന ഒരു അടിമയെ പോലെ ബന്ധനസ്ഥനായി പിശാചിന്റെ അടിമത്തത്തിലേക്ക് ഈ ദൈവത്തിന് നാസീർ വ്രതസ്ഥനായ ശിംശോൻ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ശിംശോൻ എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ ശിംശോന്റെ മേൽ വന്നതല്ലേ? ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതായ അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട കാലത്ത്, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച കാലത്ത്, നിങ്ങൾ രോഗാവസ്ഥയിലായിരുന്ന കാലത്ത്, നിങ്ങൾ വേദനിച്ച് ICU യൂണിറ്റിൽ കടന്ന് നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നതായ അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ? നിങ്ങൾ വീണ്ടും ജനിച്ചതായ കാലത്ത് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് നിങ്ങളെ നടത്തിയതായ അനുഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരാ നിൻ്റെ അനുഭവമല്ലേ? പ്രിയപ്പെട്ട സഹോദരി നിൻ്റെ അനുഭവമല്ലേ? എന്നാൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് ഞാൻ കൃപയിലായിരുന്നു, ഒരു കാലത്ത് ഞാൻ ആത്മാവിലായിരുന്നു, ഒരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നയിച്ചിരുന്നത്, ഒരു കാലത്ത് ആത്മാവിൻ്റെ അഭിഷേകം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ശിംശോൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇന്ന് പിശാചിൻ്റെ ചെമ്പ് ചങ്ങലയിൽ കുടുങ്ങി ഇതാ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഇതാ ദാഗോന്റെ ക്ഷേത്രത്തിൽ അവൻ പിശാചിന് വിടുപണി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ഇന്ന് അനേക ദൈവമക്കൾക്ക് സംഭവിക്കുന്നതായ ഒരു കെടുതിയാണത്. ദൈവത്തിന് സ്തോത്രം. വേലകൾ നടക്കുന്നുണ്ട്, ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, അനേക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശിംശോന്റെ ജീവിതത്തിലും അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ബാലസിംഹത്തെ ഒരു കുഞ്ഞാടിനെ പോലെ കീറിക്കളയുന്നുണ്ട്. ആ ദൈവത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ്. എന്നാൽ ശിംശോന് പറ്റിയ കെടുതി എവിടെയാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ശിംശോൻ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോഴും ശിംശോന്റെ ജീവിതത്തിൽ ഒരു കെടുതിയുണ്ട്. 16 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ ശിംശോന് വന്നതായ കെടുതി നാം അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 16 അധ്യായം 9 വാക്യം
നമുക്ക് വായിച്ചു കേൾക്കാം. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ടായിരുന്നു. അത് ശിംശോൻ അറിഞ്ഞില്ല. ഇന്ന് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ട്. സഹോദരാ, നിന്റെ ആളത്വത്തിൽ നിന്നെ കീഴടക്കുന്നതായ ചില പതിയിരിപ്പുകാരിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അശുദ്ധിയായിരിക്കാം അത്, ഒരുപക്ഷെ അഹങ്കാരമായിരിക്കാം അത്, ഒരുപക്ഷെ സ്ഥാനമോഹമായിരിക്കാം അത്, ഒരുപക്ഷെ ദ്രവ്യാഗ്രഹമായിരിക്കാം അത്, ഒരുപക്ഷെ ലോകസ്നേഹമായിരിക്കാം അത്, ഒരുപക്ഷെ മനുഷ്യമാനമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എൻ്റെ സ്വയമായിരിക്കാം. ഏതാണ് എൻ്റെ ഉള്ളിൽ ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ട്. ശിംശോൻ്റെ ഉൾമുറിയിൽ അശുദ്ധി എന്ന് പറയുന്ന ഒരു പതിയിരിപ്പുകാരൻ ഇരുന്നിരുന്നു. അത് ശിംശോൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? വേലകൾ നടക്കുമ്പോഴും ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഞാൻ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. കർത്താവേ, എൻ്റെ ആളത്വം ഇതുവരെയും മാറിയിട്ടില്ല, എൻ്റെ പ്രകൃതം ഇതുവരെയും മാറിയിട്ടില്ല, എൻ്റെ പഴയ മനുഷ്യൻ ഇതുവരെയും മരിച്ചിട്ടില്ല, എൻ്റെ രക്തഘടനയിൽ ഇന്നും പഴയ പാപ സ്വഭാവനിൽ നിൽക്കുന്നുണ്ട്, പഴയ മനുഷ്യൻ ഇന്നും സജീവമാണ്. പ്രിയപ്പെട്ടവരെ, ശിംശോനെ തിരിച്ചറിഞ്ഞില്ല. ശിംശോൻ്റെ മേലെ ഈ ആത്മാവ് വരുമ്പോഴും ശിംശോൻ്റെ ഹൃദയത്തിൽ അശുദ്ധി വാണിരുന്നു. അശുദ്ധിയെക്കുറിച്ച് ശിംശോന് ചിന്തയുണ്ടായിരുന്നില്ല. ശുശ്രൂഷകൾ നടക്കുന്നുണ്ടല്ലോ, ബാലസിംഹത്തെ കൊല്ലുന്നുണ്ടല്ലോ, മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ, ചണനൂലെല്ലാം പൊട്ടുന്നുണ്ടല്ലോ എന്നാണ് ശിംശോൻ വിചാരിച്ചത്. എന്നാൽ ഉൾമുറിയിലിരിക്കുന്ന പതിയിരിപ്പുകാരെ ശിംശോൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? ഈ വലിയ കെടുതിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ നമുക്ക് ഊന്നൽ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ശുശ്രൂഷയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ, ശുശ്രൂഷയ്ക്ക് മുമ്പ് ഞാൻ വിശുദ്ധീകരണം അനുഭവിക്കണം, എൻ്റെ പഴയ മനുഷ്യൻ മരിക്കണം, ഞാൻ ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ ആളത്വത്തിൽ പാപങ്ങൾ കണ്ടുപിടിച്ച് എൻ്റെ ആളത്വത്തിലെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കണം. ഇന്ന് അനേകർക്ക് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉത്സാഹമില്ല. ഇന്ന് അനേകർക്ക് അതിന് താല്പര്യമില്ല. വേല ചെയ്യാൻ ഉത്സാഹമുണ്ട്, പ്രസംഗിക്കാൻ ഉത്സാഹമുണ്ട്, പ്രവർത്തനങ്ങൾക്കെല്ലാം ഉത്സാഹമുണ്ട്. നല്ലത് തന്നെ പ്രിയപ്പെട്ടവർ. എന്നാൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചില്ല എങ്കിൽ എൻ്റെ ഉൾമുറിയിലിരിക്കുന്ന പതിയിരിപ്പുകാരെ ഞാൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ഞാനൊരു വിശുദ്ധനായി നിന്ന് ദൈവത്തിന് വേല ചെയ്തില്ല എങ്കിൽ പ്രിയപ്പെട്ടൊരു അവസാനം വലിയ കെടുതിയിലേക്കായിരിക്കും പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ നിരാശപ്പെടാൻ വേണ്ടി പറയുകയല്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കണം. ഇതാ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ശിംശോൻ നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിന് വ്രതസ്ഥനായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ളവനായിരുന്നു, അനേക വീര്യപ്രവൃത്തികൾ ചെയ്തവനായിരുന്നു. എന്നാൽ അവസാനം അവൻ ചെമ്പ് ചങ്ങലയിൽ കുടുങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഉൾമുറിയിൽ പതിയിരിപ്പുകാരിരുന്നത് ശിംശോൻ തിരിച്ചറിഞ്ഞില്ല. ശിംശോന്റെ ശക്തി ചോർന്നു പോയുന്നത് ശിംശോൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ ശക്തി ചോർന്നു പോയത് തിരിച്ചറിയുന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ശക്തി ഇന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ വീര്യമെന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം എന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യം നിന്റെ ഹൃദയത്തിൽ നീ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപ നിന്നിലുണ്ടോ? നീ ആത്മാവിൻ്റെ ജീവനിലാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നടത്തുന്നത്. നീ ചിന്തിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശിംശോൻ അങ്ങനെയാണെങ്കിലും അവസാന സമയത്ത് ശിംശോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 16-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ എന്താണ് നാം കാണുന്നത്? ശിംശോൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആയിരിക്കുന്ന ആ ചങ്ങലയിൽ കിടന്നുകൊണ്ട്, ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ശിംശോൻ നിലവിളിക്കുകയാണ്, ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ നിന്റെ കൃപ എനിക്കൊന്ന് തരണമേ, എന്നെ നീ ഒന്ന് ഓർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതമെല്ലാം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ, ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിച്ചില്ലല്ലോ, ഇന്ന് ഞാൻ പിശാചിൻ്റെ ബന്ധനത്തിലാണല്ലോ, എന്നെ ഒന്ന് വിടിവിക്കണമേ കർത്താവേ. നിങ്ങൾ ആരെല്ലാം യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുന്നുണ്ട്, വിടിവിക്കാൻ ഒരു യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഏത് നിരാശപ്പെട്ടവനും പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക, യേശുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, യേശു നിങ്ങളെ വിടിവിക്കുന്നവനാണ്, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്, യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ വിടിവിക്കാൻ മതിയായതാണ്. നിങ്ങളായിരിക്കുന്ന ആ ചെളിക്കുഴിയിൽ കടന്നുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിളിക്കുക, യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ പാപത്തോട് യാത്ര പറയുക, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക, ബന്ധനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. യേശു ക്രിസ്തുവിനെ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു മതിയായവനാണ്. ഇതാ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ശക്തി തിരിച്ചു തരുവാൻ യേശു മതിയായവനാണ്. ശിംശോനെ വിടുവിച്ചവനായൊരു ദൈവമുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കർത്താവേ, നിന്റെ 2ാമത്തെ വരെ ഞങ്ങൾ പിടിച്ചുകൊള്ളണമേ. ഈ കൃപയിൽ ഞങ്ങളെ നിലനിർത്തിക്കൊള്ളണമേ. നിന്റെ ആണിപ്പാടുള്ള കരം ഞങ്ങൾ പിടിച്ചുകൊള്ളണമേ. നിന്റെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ 2ാമത്തെ വരവിന് ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.